അപ്പഴേ എന്താ നിന്റെ പേര്? ഓ, തമിഴ്നാട്ടിൽ നിന്നാണല്ലേ. ഉൻ പേരെന്നാ? കാർത്തിക്. കാർത്തിക്? കാർത്തികേയൻ മുരുകന്റെ പേര്. അപ്പൊ ഹിന്ദു തന്നെ. അതെ, തമിഴ്നാട്ടിൽ എന്താ ഇടം? തമ്പി, இந்த ஊர் ரொம்ப மோசம். அது தெரியாம அழியன் கிளியன் மகன் மகளன்னൊക്കെ சொல்லி நிறைய பேர் இங்கே வரும். ஆனால் வந்தவரொன்னும் வந்த மாதிரி திரும்பி போக மாட்டேன். போன வாரம் என்னை தேடி வந்தான் ஒருவன், சித்தப்பான்னு சொல்லிக்கிட்டு. நான் ஒரே ஒதா. அவன் போன வழி புல்லு கூட முளக்கலை. அஜயன் எனக்கு ரொம்ப வேண்டியவன். நான் எது சொன்னாலும் கேட்பேன். எங்கிட்ட சொல்லு, നീ എതുക്കാக ഇങ്ങ വന്നേൻ? എനിക്ക് പറയാനുള്ളതൊക്കെ പറയേണ്ടവർ പറഞ്ഞോളാം. നിങ്ങളുടെ സഹായം വേണ്ട, മനസ്സിലായോ? എന്റെ നോട്ടത്തിൽ ഈ കേസ് അത്ര പെട്ടെന്ന് തീരുന്ന ലക്ഷണം കാണുന്നില്ല. ആ സ്വർണം നാക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. കാര്യം പറഞ്ഞ അപ്പൊ നാക്കിന് കുറ്റായി. എടാ, വകതിരിവോടെ ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. ഏതായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല ചെക്ക്. മണിയൻ എങ്ങനെയാ വിചാരിച്ചേ? കണ്ടാൽ ആള് നീർക്കോലി പോലെയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ നീർക്കോലി അല്ല, ഇച്ചിരി കൂടിയനോ. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഈ വരവ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ മണിയേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയാവോ? ചോദിച്ചോ. അത് എന്താടി വായി നോക്കി നിൽക്കുന്ന? പൊടി അപ്പുറത്ത്. ആണുങ്ങൾ വർത്തമാനം പറയണത് ഈ നോക്കി നിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? ഇങ്ങനൊരു സാധനം. ഈ പയ്യന്റെ പ്രായം വെച്ച് നോക്കുമ്പോ അവൻ ജനിക്കുന്ന കാലത്ത് നീ മദ്രാസിലുണ്ട്. ഉണ്ടാവാം. അന്നറിയാതെ നിനക്ക് എന്തെങ്കിലും കയ്യബദ്ധം ഇതിന് കയ്യബദ്ധം എന്നാണോ പറയുന്നത്? അല്ല, അന്ന് ഏതെങ്കിലും പെണ്ണുമായിട്ട് പൊന്നേട്ടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ കർത്താവാണ് സത്യം. ഇല്ല, നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയേ. പഴയ പൂമ്പാറ്റക്കാലം, അന്നത്തെ കളികളുടെ പൂമ്പാറ്റ പോയിട്ട് ഒരു പാറ്റ പോലും ഇല്ല എന്റെ ഭാര്യ. നിങ്ങളുടെയൊക്കെ മുമ്പ് ആളാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ലടാ, ചിലപ്പോ ഉറക്കത്തില. ഒരു മിനിറ്റ്. ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഴനിസ്വാമി, എന്തിനാടാ എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന പുലിയാടാ. മുണ്ടാം. ചമ്മന്തി എടുത്തില്ലല്ലോ. വേണ്ട. അതെന്താ, ചമ്മന്തി ഇഷ്ടമല്ലേ? അല്ല, ഇഡലിയുടെ എനിക്ക് സാമ്പാർ ഇഷ്ടം. അയ്യേ, ഇത്രയും നല്ല സാമ്പാർ ഉള്ളപ്പോ എന്തിനാ അമ്മ ചമ്മന്തി ഉണ്ടാക്കിയത്? ഇഡ്ഡലി സാമ്പാറും അതല്ലേ കോമ്പിനേഷൻ? പ്ലേറ്റ് അവിടെ വെച്ചോളൂ. അല്ല, ഞാൻ കഴിക്കോളാം. ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ശീല. ഇനി അന്നേക്ക് കൂടുതൽ സൽക്കരിച്ച് വഷളാക്കൊന്നും വേണ്ട. പറ്റിക്കൂടി നിൽക്കും. എവിടുന്നാ വന്നെന്ന് വെച്ചാ അങ്ങോട്ട് തന്നെ പൊയ്ക്കോട്ടെ വേഗം. എനിക്കെന്തോ ആ കുട്ടി പറയുന്നത് കള്ളാണ് തോന്നുന്നേ ഇല്ല. പിന്നെ അജേട്ടനാണോ കള്ളം പറയുന്നേ? അങ്ങനെ വിശ്വസിക്കാനും ബുദ്ധിമുട്ട്. അമ്മായി ഇപ്പൊ സ്വന്തം മോനെ വിശ്വസിച്ചാ മതി. ആ, ഏതായാലും സത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്ന വരയ്ക്കും അവൻ ഇവിടെ നിന്നോട്ടെ. നമുക്ക് ഇത്തിരി കഞ്ഞീരിയും ചോറിന്റെയും ചെലവല്ലേ ഉള്ളൂ. ആ നിക്കുന്നതാ പയ്യൻ, നോക്കി. നിന്നോട് കാർ തുടയ്ക്കാൻ ആരാ പറഞ്ഞത്? ആകെ പൊടി പിടിച്ചിടുന്നപ്പോ. പൊടി പിടിച്ചു കിടന്നാ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതേ സ്മാർട്ട് ആവണ്ട. കാർ ഓടിക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. പണിയൊന്നും ചെയ്യാതെ ആരിന്നൊന്നും വാങ്ങരുതെന്ന് അമ്മ പറയാറുണ്ട്. ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേ. ഭക്ഷണം തന്നതേ ഇവിടുത്തെ അമ്മയ്ക്ക് പാവം തോന്നിട്ടാ. നീയല്ല, വിശന്ന് വരുന്ന ആരായാലും ഇവിടുന്ന് ഭക്ഷണം കിട്ടും. അതൊരു അവകാശമായിട്ടൊന്നും എടുക്കണ്ട. സുനന്ദേ, നീ ഇങ്ങോട്ട് പോര്. കണ്ടില്ലേ, കാർ തുടയ്ക്കുക. ഇവൻ എന്നാ ഇവിടുത്തെ ആളായത്? സൂചി കുത്താൻ ഇടം കൊടുക്കാൻ പാടില്ലാത്ത ടൈപ്പാ. ഈ നിലയ്ക്ക് പോയാ നാളെ ഈ വീടും പറമ്പും ഇവന്റെ പേരിൽ എഴുതി തരണമെന്ന് പറയുമല്ലോ. എവിടേക്കാ ബാഗൊക്കെ എടുത്ത്? ഞാൻ പോവാ. അവൾ എന്തോ പൊട്ടത്തരം പറഞ്ഞത് കേട്ടിട്ടാണോ? അത് മാത്രല്ല, ഞാനിവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാ.
മരിക്കുന്നത് വരെ എൻ്റെ അമ്മ അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ ഞാനായിട്ട് നോക്ക്, ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നീ പോണെങ്കിൽ ഞാൻ പറയും അജയന്റെ മോനെന്ന് പറഞ്ഞ നീ വന്നത് എന്ന് വെച്ചാൽ എന്റെ പേരക്കുട്ടി. നിന്റെ അമ്മമ്മയാ പറയുന്നെന്ന് വിചാരിച്ചാ മതി. പോണ്ട. എന്റെ ഗുരുവായൂരപ്പ, അയ്യോ സുനന്ദേ, ഒന്ന് ഓടിപ്പോയി പിടിച്ചേ. കണ്ടത്തിൽ ഇറങ്ങിയ നെല്ലൊക്കെ അങ്ങ് നാശാക്കും. ഞാൻ പിടിക്കാം. ഏയ് നിക്കവിടെ, നിക്കാനല്ലേ പറഞ്ഞേ? നിക്ക്, ഇവിടെ വാ. ഒരൊറ്റ ദിവസത്തേക്ക് ലീവ് എടുത്ത് വാ. ഇവിടെ ബാല, നിന്റെ വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ലീവ് എടുക്കില്ലേ? നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അമ്മ അവനെ പേരക്കുട്ടിയായിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുക. ഞാൻ പറയുന്നൊട്ട് വിശ്വസിക്കുന്നുമില്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതൊക്കെ വലിയ കേസാവും. പിന്നെ കോടതി, വക്കീല്, നീ ആവുമ്പോൾ പോലീസുമായി മറ്റാരും അറിയത്തുമില്ല, കാര്യങ്ങൾ നടക്കും. സർക്കിള് സമ്മതിക്കും. ഞാൻ പറഞ്ഞത് നീ മറക്കല്ലേ? എന്താ ഏതാ? യൂണിഫോം, ജീപ്പ്, ഓക്കെ. ബാ ബാ ബാ. മണ്ണൂത്തിൽ നിന്നുള്ള കുറച്ച് ഓർഡറാ. അജയേട്ടാ, എന്താ നമ്മുടെ നാട്ടിൽ പഴയ പോലെ പൂമ്പാറ്റയെ കാണാത്തെ? പൂവില്ലാഞ്ഞിട്ടോ തേനില്ലാഞ്ഞിട്ടോ? അത് ഈ കണ്ട കീടനാശിനികളൊക്കെ അടിച്ചവരൊക്കെ. നിനക്ക് പൂമ്പാറ്റ കാണാം? വേണ്ട. പൂമ്പാറ്റ കാണിച്ചു തരാടാ. വേണ്ടെന്നേ. പൂമ്പാറ്റ കാണിച്ചു തരാടാ. എന്ത് കൂത്ത്? പൂമ്പാറ്റയെ കാണണം പോലും.